തുടർച്ചയായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും തടയാൻ ലക്ഷ്യമിടുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അമിത്ഷാ മാപ്പ് പറയുന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. വൈകിട്ട് ബില്ലിനെതിരെ പ്രതിഷേധിച്ചും ബഹളം തുടർന്നതോടെയാണ് സഭ പിരിഞ്ഞത്. ഏറെ ഗൗരവമുള്ള ബില്ലാണെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. हमने आश्वासन दिया कि हम चर्चा करेंगे। प्रधानमंत्री जी ने ऐतिहासिक कदम उठाया और आप यहाँ चर्चा नहीं करने दिया जा रहा है, ये ठीक बात नहीं है। मैं इसका खंडन करता हूँ। प्रमोद जी चर्चा करने को तैयार है, लेकिन होम मिनिस्टर सदन में आके स्टेटमेंट करना चाहिए। यही बात और उन्होंने जो लाठी बच्चों को जो मारा, अभी युवा വിശദാംശങ്ങളുമായി ആദർശ് ശരികാരി ഡൽഹിയിൽ നിന്നും. ആദർശ്, സുപ്രധാനമായ ബിൽ, എന്തുകൊണ്ട് ആ ഒരു ബിൽ എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തുടർച്ചയായ ബഹളം, അത് കഴിഞ്ഞ സഭാ കാലയളവിലെ ആ ബഹളം തന്നെ ഇപ്പോഴും തുടരുകയാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ബഹളമാണ് ഇരു സഭകളിലും ഉണ്ടായത്. എന്നാൽ ഭരണപക്ഷമാകട്ടെ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു തന്നെ കൃത്യമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷത്തിന് നേർക്ക് ഉന്നയിക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ മുഖം വികൃതമായിരിക്കുന്നു എന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്ന കോൺഗ്രസ് ഇപ്പോൾ അവരുടെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിർണായകമായ ഒരു ബില്ല്, ആ ബില്ല് ചർച്ച ചെയ്യുന്നതിന് പോലും തയ്യാറാകാതെ സഭാ നടപടികൾ ബഹളത്തിലൂടെ നിർത്തിവെപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ആ സമീപനത്തോട് തന്നെ അവർ കാട്ടുന്ന വഞ്ചനയാണ് കോൺഗ്രസിൻ്റെ ഈ സഭയ്ക്കുള്ളിലെ ബഹളമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പറയുകയും ചെയ്തു. അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിൻ്റെ ഈ നടപടിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. അതേസമയം പ്രതിപക്ഷമാകട്ടെ അവർ ഈ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരികയായിരുന്നു. എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അവരുടെ സമീപനം തന്നെ തുടരുകയായിരുന്നു. ഇരു സഭകളും നാളെ ചേരുന്നതിനായി പിരിയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നത വിദ്യാഭ്യാസ പരീക്ഷാ ബില്ലിൽ 6 മണിക്കൂർ ചർച്ച എന്നത് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്ന കാര്യമാണ്. എന്നാൽ കൂടുതൽ സമയം ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധമാണെന്നുള്ള നിലപാട് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷമാകട്ടെ ബഹളം തുടരുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും വിമർശിക്കുകയും ചെയ്തത്. അദ്ദേഹം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം തയ്യാറാകാത്തതിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ലാതെ തെരുവിലും പാർലമെന്റിനുള്ളിലും ഒക്കെ ബഹളം വയ്ക്കുന്നവരായി പ്രതിപക്ഷം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനം പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്നുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഇപ്പോഴും ഈ ചർച്ചയ്ക്ക് യാതൊരു സന്നദ്ധതയും പ്രകടിപ്പിക്കാത്ത തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാർലമെന്റിൽ ചർച്ച നടക്കണം എന്നുള്ള നിലപാട് വ്യക്തമാക്കുകയും പ്രതിപക്ഷവുമായുള്ള ആശയവിനിമയം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ്, ശരി. ഡൽഹിയിൽ നിന്ന് ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്.